ഹായ്, അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളിയായി നാവിന് രുചികരമായ ശർക്കര മാങ്ങ കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൂട്ടാൻ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ പച്ചമാങ്ങ കേട്ടോ ആദ്യം അതിന് വേണ്ടത്. അപ്പോൾ മാങ്ങയുടെ തൊലി ഇതാ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചെറുതാക്കിയിട്ട് നമുക്ക് നുറുക്കിയെടുക്കാം. ഈ ഒരു വലിപ്പത്തിലാട്ടോ നുറുക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് 4 ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കണം. ഇനി ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തു. അതിലോട്ട് ഞാനിത് ഉലുവ കടുകും കൂടെ ചേർത്ത് കൊടുത്തു. വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊന്ന് പോവട്ടെ. അതിന് ശേഷം ഇതാ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. അതിനുശേഷം ഞാനിതങ്ങനെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നുറുക്കി വെച്ച മാങ്ങ ഉണ്ടല്ലോ അതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക കേട്ടോ. ആ ഒരു മസാല എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ തന്നെ ഇളക്കിയെടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക കേട്ടോ. ഇനി തീ ഒന്ന് സിമ്മിലിട്ട് വെക്കണം. അതിനുശേഷം ഒന്ന് അടച്ച് വെക്കട്ടോ. ഞാനൊരു 5 മിനിറ്റോളം ഞാൻ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിനുശേഷം ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ആ ഒരു ശർക്കരപ്പാനി നന്നായിട്ട് വറ്റി വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഒന്നും കൂടെ ഞാൻ അടച്ച് വെച്ചിട്ട് ഞാൻ ഇതങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഞാനൊരു 5 മിനിറ്റോളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തീ സിമ്മിലിട്ടിട്ട്. അപ്പോഴത്തേന് നമ്മളെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വറുത്ത് പൊടിച്ചതാട്ടോ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതാ ഒന്നും കൂടെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇതാ നമ്മളെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന അച്ചാറാട്ടോ. ഇതുപോലെ ഒന്ന് മാങ്ങാക്കാലം കഴിയുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. അപ്പം നമുക്ക് കേട് കൂടാതെ തന്നെ നമുക്ക് പുറത്ത് വെച്ചിട്ട് കുറച്ച് ദിവസം ഇത് ഉപയോഗിക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടില്ല ശർക്കര മാങ്ങ അച്ചാർ റെഡി. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.